നമുക്കൊപ്പം മന്ത്രി സജി ചെറിയാൻ തന്നെ ചേരുകയാണ്. ശ്രീ സജി ചെറിയാൻ, ഗുഡ് ഈവനിംഗ്. താങ്കൾ പറഞ്ഞ ഒരു വാചകം, സർക്കാർ ആശുപത്രിയിൽ താങ്കൾക്ക് ഡെങ്കിപ്പനി വന്ന ചികിത്സാ വേളയിൽ സംഭവിച്ച കാര്യത്തെ പറ്റിയുള്ള വാചകം അതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് താങ്കൾ പറയുമ്പോൾ അത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു സമരമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ വാദങ്ങൾ ദുർബലപ്പെടുത്തുകയല്ലേ? ഞാൻ പറഞ്ഞത് സ്വകാര്യ ആശുപത്രി വൻകിട കോർപ്പറേറ്റുകൾ വന്ന് സ്വകാര്യ ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങി കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കാൻ പാടില്ല. പൊതു ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ പരാമർശത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്വകാര്യ മേഖലയിൽ പോകുന്ന ചികിത്സ എന്തിനാണ് പിന്നെ എല്ലാവരും അവിടോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2019 ഡെങ്കിപ്പനി 2018 എനിക്ക് വന്നു. ആ ഡെങ്കിപ്പനി വന്നപ്പോൾ സർക്കാർ ആശുപത്രിക്ക് വന്നു. സർക്കാർ ആശുപത്രി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയി ഇതിനാവശ്യമായ ട്രീറ്റ്മെന്റ് നടത്താൻ ഹോസ്പിറ്റലുകാർ ഉദ്ദേശിച്ച ഭാഗമായി എൻ്റെ വീട്ടുകാരെന്നെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ജീവൻ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. അത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാനല്ല പറഞ്ഞത്, അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത് കേരളത്തിൽ മോശമാണെന്ന് കാണുന്ന ആളല്ല ഞാൻ. സർക്കാർ ആശുപത്രിയെ പോലെ തന്നെ മെച്ചപ്പെട്ട ആശുപത്രി കേരളത്തിൽ സ്വകാര്യ മേഖലയുണ്ട്. അമൃത ആശുപത്രി മെച്ചപ്പെട്ട ആശുപത്രിയാണ്, പുഷ്പഗിരി മെച്ചപ്പെട്ട ആശുപത്രിയാണ്. അങ്ങനെ ഒരുപാട് ആശുപത്രി ഉണ്ട്. അവിടെ ചികിത്സ തേടാൻ വേണ്ടി ഏതെങ്കിലും ഡോക്ടർമാർ ഉപദേശിച്ചാൽ ആ ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ടും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അവരെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വലിയ തെറ്റാണ്, ഒരു പാപമാണ് എന്ന് പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ എനിക്കൊരു അവസ്ഥ ഉണ്ടായി. അത് ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിയത് എന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം സർക്കാർ ആശുപത്രിയിൽ തുടർന്നിരുന്നെങ്കിൽ താങ്കൾക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നതുകൂടി ഉണ്ടല്ലോ. അങ്ങനല്ല, ഞാൻ പോയത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സ പോരെന്നും അങ്ങനല്ല. ഇല്ല, ഞാൻ പറഞ്ഞ ചെങ്ങന്നൂർ ഒരു ചെറിയ ആശുപത്രി പോയി. അപ്പൊ അവരവിടെ ചെന്നപ്പോൾ എന്റെ അവസ്ഥ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഡെങ്കിപ്പനി ഇച്ചിരി മൂർച്ഛിച്ച അവസ്ഥയാണ്. എന്റെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അമൃത ഹോസ്പിറ്റലാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത്, നിങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത്. പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അത് റെഫർ ചെയ്ത് അമൃത ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പൊ അത് എന്താണ്, അമൃത ഹോസ്പിറ്റൽ മോശമാണോ? അമൃത ഹോസ്പിറ്റൽ മോശമാണെന്ന് ആരും പറയുന്നില്ലല്ലോ. അമൃത ഹോസ്പിറ്റലിൽ നമ്മളൊക്കെ ചികിത്സിക്കാൻ പോകാറുള്ളതാണ്. പക്ഷേ താങ്കൾ എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ഇടത് സർക്കാർ ഭരിക്കുന്ന കാലമാണല്ലോ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ട് താങ്കൾ ചെങ്ങന്നൂരിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ പോയില്ല? അപ്പോൾ അവിടെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? എനിക്ക് അസുഖം വന്ന് വളരെ സീരിയസ് ആയി ബോധക്കേട് വന്നിരിക്കുമ്പോൾ എനിക്കല്ലല്ലോ അറിയാവുന്ന എവിടെ പോകേണ്ടത്. എന്നെ അന്നേരം റെഫർ ചെയ്ത് കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഒരു ചെറിയ PHC എന്ന് പറഞ്ഞ് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോകണം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആളുകൾ എന്നെ കൊണ്ടുപോയത് അവിടെയാണ്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സ്വകാര്യ ഹോസ്പിറ്റലിനെ മോശമാണെന്നാണ് പറഞ്ഞത്, സർക്കാർ ആശുപത്രി മോശമാണെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന് എന്തിനാണ് വിവാദമാക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് വരെ സ്വകാര്യ ആശുപത്രിയിൽ പോയി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വകാര്യ ആശുപത്രി എന്ന കാറ്റഗറിയിൽ അമൃത ആശുപത്രിയിൽ വരും സാർ. നിങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിക്കാതെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്റെ അസുഖം വന്നപ്പോൾ ഒരു ചെറിയ സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ അവർ ഉപദേശിച്ചത് എൻ്റെ വീട്ടുകാരോട് ആരോഗ്യപരമായി കുഴപ്പമുള്ള ഒരു അസുഖമാണ്, എത്രയും വേഗം നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമൃത ഹോസ്പിറ്റലിൽ വിദഗ്ധമായ ചികിത്സ കിട്ടി എന്ന് പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ടാണ് അന്നേരം എനിക്ക് രക്ഷപ്പെട്ടത്. അന്നേരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്, പക്ഷെ അവിടെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് സർക്കാർ സംവിധാനം മോശമാണെന്നല്ല ഇതിനർത്ഥം. കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല അതിശക്തമായി പ്രവർത്തിക്കുന്ന മേഖലയാണ്, ഇന്ത്യക്ക് മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, താങ്കൾ പറഞ്ഞത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, പ്രതിപക്ഷം അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താങ്കളിൽ നിന്ന് നമ്മൾ വ്യക്തത വരുത്തിയത്. അതൊക്കെ അതവരെന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ, അത് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, വളരെ നന്ദി ശ്രീ സജി ചെറിയാൻ പ്രതികരിച്ചതിന്, താങ്കളുടെ ഭാഗം വിശദീകരിച്ചതിന്.